بسم الله الرحمن الرحيم. وأما الذين كفروا أفلم تكن آياتي تتلى عليكم فاستكبرتم وكنتم قوما مجرمين. وإذا قيل إن وعد الله حق والساعة لا ريب فيها قلتم ما ندري ما الساعة إن نظن إلا ظنا وما نحن بمستيقنين. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1747 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്തുൽ ജാസിയയിലെ 31 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما الذين كفروا أفلم تكن آياتي تتلى عليكم فاستكبرتم وكنتم قوما مجرمين. وإذا قيل إن وعد الله حق والساعة لا ريب فيها قلتم ما ندري ما الساعة إن نظن إلا ظنا وما نحن بمستيقنين. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. صدق الله العلي العظيم. സൂറത്തുൽ ജാസിയയിലെ 31 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. എല്ലാ സമൂഹങ്ങളും മുട്ടുകുത്തി വീണ വിധത്തില് താങ്കൾക്ക് കാണാൻ സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് മുകളിലെ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിൽ നമ്മൾ കാണുകയുണ്ടായി. ആ നാളിൽ ഓരോ സമൂഹവും ഓരോ ഉമ്മത്തും അവരുടെ കർമ്മരേഖകൾ ഏറ്റുവാങ്ങുന്നതിനായിട്ട് വിളിക്കപ്പെടും. അവരോട് ആ ഘട്ടത്തിൽ പറയപ്പെടുന്ന കാര്യം അൽയൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ കാഴ്ചവെച്ചിട്ടുള്ളത്, നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ളത്, അതിനൊക്കെയും തന്നെ നിങ്ങൾ ഇന്ന് പ്രതിഫലം ഏറ്റുവാങ്ങുന്നതാണ്. ഹാദാ കിതാബുൻ യൻതിഖു അലൈക്കും ബിൽ ഹഖ്, ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ്, നിങ്ങളോട് നിങ്ങളുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വെളിപ്പെടുത്തൽ നടത്തുന്ന, അക്കാര്യത്തിൽ സാക്ഷ്യം വഹിക്കുന്ന നമ്മുടെ രേഖയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ സംഗതി അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കാര്യവും നാം കാണുകയുണ്ടായി. എല്ലാം രേഖപ്പെടുത്താനായി, എല്ലാം എഴുതി തയ്യാറാക്കാൻ അല്ലെങ്കിൽ പകർപ്പ് സൂക്ഷിച്ചു വെക്കാനായി നാം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അല്ലാഹു അവിടെ വ്യക്തമാക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് വിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങളിൽ
നിരതരാവുകയും ചെയ്ത ആളുകളുടെ കാര്യത്തിൽ അവര് അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്ന, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന കാര്യം അള്ളാഹു വ്യക്തമായി സൂചിപ്പിക്കുന്നു. അതിനെ തുടർന്ന് അതാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് ഏറ്റവും തെളിഞ്ഞ വിധത്തിലുള്ള വിജയം എന്നുകൂടി അവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ വരുന്നത്. വമ്മല്ലദീന കഫറു, നിഷേധികളുടെ കാര്യത്തില് തൊട്ടുമുകളിൽ വിശ്വാസം ഉൾക്കൊണ്ട സൽക്കർമ്മങ്ങളിൽ നിരതരായ ആളുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതിനെ തുടർന്ന് വിശ്വാസം ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരുന്ന സത്യനിഷേധികളായി ജീവിച്ച ആളുകൾ, അവരുടെ കാര്യമാണ് പറയുന്നത്. വഅമ്മല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികളുടെ കാര്യമോ, അത് അഫലം തക്കുൻ ആയാതി തുത്ലാ അലൈക്കും, സത്യനിഷേധികളുടെ കാര്യമോ എന്ന ഒരു പരാമർശം നടത്തിക്കൊണ്ട് നിഷേധികളോടായിട്ട് ആ ഘട്ടത്തിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ അത്യസാധാരണമായ ശൈലിപരമായ പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ വീണ്ടും കാണുന്നത്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ആയത്തുകളുടെ പശ്ചാത്തലത്തിൽ ഞാൻ ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. വിശുദ്ധ ഖുർആനിൽ റീഡർ ഇൻവോൾവ്മെന്റ് അതിന്റെ മാക്സിമം ഏറ്റവും കൂടിയ അളവിൽ ഉണ്ടായിക്കൊണ്ട് മാത്രമേ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പല ഇടങ്ങളിലും പല സന്ദർഭങ്ങളിലും വായനക്കാരൻ ചില കാര്യങ്ങൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊസീഡ് ചെയ്യല് വളരെ അനിവാര്യമാണ്. ഇവിടെ അവരോടായിട്ട് പറയപ്പെടും എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരാമർശം നമ്മൾ മനസ്സിൽ കാണുന്നില്ലെങ്കിൽ ഈ പരസ്പരം കണക്ഷൻ ഇല്ലാതെ കിടക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. വിശുദ്ധ ഖുർആന്റെ ശൈലീപരമായ ഒരു വലിയ ചാരുതയാണിത്. അതോടൊപ്പം തന്നെ വലിയൊരു ഹിക്മത്തും അതിലടങ്ങിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. വായനക്കാരനെ പൂർണ്ണമായിട്ട് ആ ആശയം പങ്കുവെക്കലിന്റെ പ്രക്രിയയിൽ ഇൻവോൾവ് ആക്കുന്ന ചില സംഗതികളൊക്കെ അവന്റെ ഭാഗത്ത് നിന്ന് ചേർത്ത് വെച്ചു കൊടുക്കുന്ന രീതിയിലാണ് അത് വായിക്കാൻ, അതിന്റെ ആശയം പകർന്ന് നൽകപ്പെടുന്നതിന് സാധിക്കുക. അപ്പൊ അവിടെ അഫലം തെക്കുൻ ആയാത്തി തുത്ലാ അലൈക്കും, അള്ളാഹു ഒരു ചോദ്യം ഈ നിഷേധികളോടായിട്ട് ഉന്നയിക്കുകയാണ്. അഫലം തെക്കുൻ ആയാത്തി തുത്ലാ അലൈക്കും, നമ്മുടെ സൂക്തങ്ങൾ നിങ്ങൾക്ക് പാരായണം ചെയ്യപ്പെട്ട് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ ജീവിതകാലത്ത് ദൈവിക സൂക്തങ്ങൾ നിങ്ങളെ കേൾപ്പിക്കപ്പെടുകയുണ്ടായില്ലേ എന്നാണ് ഇവിടെ ചോദ്യം. അഫലം തക്കുൻ ആയാത്തി തുത്ലാ അലൈക്കും, നിങ്ങൾക്കായിട്ട് നമ്മുടെ സൂക്തങ്ങൾ, ദൈവിക ആയത്തുകൾ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുകയുണ്ടായില്ലേ, നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായിട്ടില്ലേ എന്നാണ്. ആ ഘട്ടത്തിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഫസ്തക്ബർതും, ആ സന്ദർഭത്തിൽ നിങ്ങൾ അഹന്ത നടിക്കുകയായിരുന്നല്ലോ, അല്ലെങ്കിൽ അഹന്ത നടിക്കുകയായിരുന്നില്ലേ? ഫസ്തക്ബർതും, ഇപ്പൊ നിങ്ങൾ ഈ ഒരു പരിണതിയിൽ എത്തിയിരിക്കുന്നതിന്റെ രഹസ്യം എന്താണ്, അല്ലെങ്കിൽ കാരണം എന്താണ് എന്നത് നിഷേധികൾക്ക് അള്ളാഹുവിടെ പരോക്ഷമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ദുരന്തപൂർണമായ അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു ചേരുന്നതിനുള്ള കാരണം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടതാണ്. ആ ഘട്ടത്തില് ഫസ്തക്ബർതും, നിങ്ങൾ അഹന്ത നടിക്കുകയായിരുന്നു, കിബ്റ് കാണിക്കുകയായിരുന്നു. ഇവിടെ കിബ്റ് കാണിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവരെ ഓതിക്കേൾപ്പിക്കപ്പെട്ട ആയാത്തുകളിലെ ആശയവുമായിട്ട് അതിന് വലിയ ബന്ധമുണ്ടെന്ന് കാണാൻ കഴിയും. അവരെ കേൾപ്പിക്കപ്പെട്ടിരുന്ന ആയാത്തുകളൊക്കെയും തന്നെ അള്ളാഹുവിന് വിധേയപ്പെട്ട് അവന്റെ അബുദുകളായി മാറാൻ, അവന്റെ ഇബാദായി മാറാൻ നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ളതായിരുന്നല്ലോ. അതിനവര് മാനസികമായിട്ട് സന്നദ്ധരായിരുന്നില്ല, അവരതിന് കൂട്ടാക്കിയിരുന്നില്ല. അള്ളാഹുവിന് വിധേയപ്പെടുക, അള്ളാഹുവിന്റെ
അടിമകളാവുക എന്നത് എന്തോ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ, അല്ലെങ്കിൽ അതൊരു കുറച്ചിലായിട്ട് കാണുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുകയുണ്ടായത്. അള്ളാഹുവിന് സ്രഷ്ടാവായ റബ്ബിന് വിധേയപ്പെട്ടുകൊണ്ട് അവന്റെ ഇബാദാവുന്നതിൽ വൈമനസ്യം കാണിക്കുകയായിരുന്നു അവര് സ്വതന്ത്രമായി അവരുടേതായ രീതിയിൽ പോകുന്നതിൽ എന്തോ ഔന്നത്യമുണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അവരുണ്ടായിരുന്നത്. അവരുടെ തോന്നിയ വിധത്തിലുള്ള ജീവിതത്തിന് ആ വിധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നത് എന്തോ വലിയ ഔന്നത്യമാണ്, അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എന്ന ഒരു മൂഢധാരണയിലായിരുന്നു ഈ നിഷേധികൾ ഉണ്ടായിരുന്നത് എന്നൊരു വസ്തുതയാണ് അള്ളാഹുവിടെ വെളിപ്പെടുത്തി തരുന്നത്. അഫലം തക്കുൻ ആയാതി തുതുല അലൈക്കും, നമ്മുടെ സൂക്തങ്ങള് നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഫസ്തക്ബർത്തും, അപ്പോഴ് അത് ചെവിക്കൊള്ളാൻ, അതില് മുന്നോട്ട് വയ്ക്കപ്പെട്ട ആശയം ഉൾക്കൊള്ളാൻ, അതിന്റെ പരിണതി എന്ന നിലക്ക് അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന്റെ അടിമകളായി ജീവിക്കാൻ നിങ്ങൾ സന്നദ്ധരായിരുന്നില്ല. ഫസ്തക്ബർത്തും, നിങ്ങൾ അഹന്ത നടിക്കുന്നവരായി, കിബ്ർ കാണിക്കുന്നവരായി മാറുകയായിരുന്നല്ലോ. വകുന്തും ഖൗമം മുജ്രിമീൻ, അങ്ങനെ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു കുറ്റവാളികളായ സമൂഹമായി മാറുകയായിരുന്നു. അള്ളാഹുവിന് വിധേയപ്പെടുക എന്നത് ഒരാളുടെ മനുഷ്യൻ എന്നുള്ള നിലക്ക് ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള അനിവാര്യമായ ഒരു ചുവടുവെപ്പാണ്. അള്ളാഹുവിന് വിധേയപ്പെടാത്ത, ഞാൻ അള്ളാഹുവിന്റെ അബ്ദാണ് എന്ന് പറയാൻ കൂട്ടാക്കാത്ത, അതിന് ആ പ്രഖ്യാപനം നടത്താൻ സന്നദ്ധനല്ലാത്ത ആളുകൾ, അവരുടെ തന്നെ പല ഇച്ഛകളുടെയും താല്പര്യങ്ങളുടെയും അഹന്തകളുടെയും അടിമകളായിട്ടാണ് പിന്നെ ഉണ്ടാവുക. ഭൂമുഖത്ത് ഏറ്റവും വലിയ ധിക്കാരികളും അഹങ്കാരികളും ദ്രോഹികളും ഒക്കെ ആയിട്ടാണ് പിന്നീട് അവരുടെ ജീവിതം പരിണമിക്കുക. അവർക്ക് മാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട മൂല്യങ്ങളോ നിയമങ്ങളോ വ്യവസ്ഥയോ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് തോന്നിയ സംഗതിയാണ് നിയമമായി മാറുക. അവർക്ക് തോന്നിയ സംഗതികളാണ് അവരുടെ മൂല്യങ്ങളായിട്ട് പരിഗണിക്കപ്പെടുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നിലപാടുള്ള സമൂഹങ്ങൾ കുറ്റവാളികളായ ഒരു സമൂഹമായി മാറും, മുജ്രിമുകളായ ഒരു സമൂഹമായിട്ട് മാറും. കുഫാറുകൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ഇതാണ്. അള്ളാഹുവിന് വിധേയപ്പെടുന്ന ഒരാള് അള്ളാഹുവിന്റെ തൃപ്തി എന്ത് എന്ന് ഏത് കാര്യത്തിലും പരിശോധിച്ച് നോക്കിയിട്ടാണ് അതിൽ നിലപാട് സ്വീകരിക്കുക. എന്ത് ചെയ്യണം എന്നത് തീരുമാനിക്കുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി എന്തിലാണ് എന്നത് പരിശോധിക്കുക അവന്റെ ശീലമായിട്ട് മാറും. അള്ളാഹു പഠിപ്പിക്കുന്നതോ വളരെ അമൂല്യമായ കാര്യങ്ങളും ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണങ്ങളും ഏറ്റവും നല്ല കർമ്മങ്ങളും ഒക്കെയാണ് ദൈവിക മാർഗദർശനത്തിലൂടെ മനുഷ്യർക്ക് പഠിപ്പിക്കപ്പെടുന്നത്. പക്ഷെ അതിന്റെ പ്രാഥമികമായി അങ്ങനെ ഒരു ജീവിത സരണിയിലേക്ക് ഒരാൾ നീങ്ങണമെങ്കിൽ അവര് അള്ളാഹുവിന് വിധേയപ്പെടുന്ന, അള്ളാഹുവിന് അടിമപ്പെടുന്ന ഒരു നിലപാട് സ്വീകരിക്കല് അനിവാര്യമാണ്. അതിന് കൂട്ടാക്കാതെ കിബ്ർ കാണിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അവര് വകുന്തും ഖൗമൻ മുജ്രിമീൻ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരായ മുജ്രിമുകളുടെ ഒരു സമൂഹമായിട്ട് നിങ്ങൾ മാറുകയായിരുന്നു അതിന്റെ ഫലമായിട്ട് എന്നാണ് നിഷേധികളോടായിട്ട് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ അവരുടെ കുഫർ തന്നെ ശിക്ഷാർഹമായ ഒരു കാര്യമാണ്. അതിനു പുറമെ അവര് കാണിച്ച കിബ്റും അതിനെ തുടർന്ന് അവര് സ്വയം സ്വീകരിച്ച മുജ്രിമുകൾ എന്ന ഒരു അവസ്ഥയും, കുറ്റവാളികൾ, തിന്മ ചെയ്യുന്നവർ അല്ലെങ്കിൽ ദ്രോഹം ചെയ്യുന്നവർ ഒക്കെയായിട്ട് മാറിയതും ഇവരെ ഈ ഘട്ടത്തില് അവരുടെ വലിയ ദുരന്തം ഏറ്റുവാങ്ങാൻ കാരണമായി മാറിയിരിക്കുകയാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മുട്ടുകുത്തി വീണ അവസ്ഥയില് സമൂഹങ്ങളെ താങ്കൾക്ക് കാണാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സൂചിപ്പിച്ചതിനെ തുടർന്ന്
ഓരോ സമൂഹത്തിന്റെയും കർമ്മരേഖകൾ സ്വീകരിക്കാനായി അവർ വിളിക്കപ്പെടുന്ന കാര്യം പറയുകയും എല്ലാം നാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, അതിന്റെ പകർപ്പുകൾ സൂക്ഷിച്ചു വെക്കാൻ നാം ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുമാണ് അല്ലാഹു വെളിപ്പെടുത്തുകയുണ്ടായത്. ആ ഒരു ഘട്ടത്തില് സത്യവിശ്വാസവും ഉൾക്കൊള്ളുകയും സൽക്കർമ്മികളായി മാറുകയും ചെയ്ത ആളുകൾ, ഇതാണ് സ്വാഭാവികമായ പരിണതി. അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകൾ അവര് സൽക്കർമ്മികളായി മാറും. അവർക്കും അവരുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്കും ഒക്കെ തന്നെ ഗുണം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന, സ്വാലിഹാത്തുകളിൽ വ്യാപൃതരാകുന്ന ആളുകളായിട്ട് അവർ മാറും. എന്നാൽ അള്ളാഹുവിന്റെ ഔന്നത്യത്തെ ഉൾക്കൊള്ളുകയോ അവന് വിധേയപ്പെടുകയോ ചെയ്യാത്ത നിഷേധികളായി ജീവിക്കുന്ന ആളുകൾ, ദൈവിക സൂക്തങ്ങളൊന്നും തന്നെ അവരുടെ കാതുകളിൽ പതിഞ്ഞപ്പോ അതിന് യാതൊരു ഫലവും അവർക്ക് ഗുണകരമായ വിധത്തിൽ ഉളവാക്കുകയുണ്ടായിട്ടില്ല. അവര് ആ ഘട്ടങ്ങളിലൊക്കെയും അഹന്തയോടുകൂടി അള്ളാഹുവിന് വിധേയപ്പെടേണ്ടി വരുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വകുന്തും ഖൗമം മുജ്രിമീൻ, സ്വാഭാവികമായിട്ടും അവര് അഅ്മാലു സ്വാലിഹാത്തിന്റെ ആളുകളായിട്ടല്ല, ഇജ്റാമിന്റെ ആളുകളായിട്ടാണ്, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ വ്യാപൃതരായി മാറുന്നവരായാണ് അവര് തുടർന്ന് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സംഗതി ഉണ്ടാവുമ്പോൾ അതിന്റെ അനന്തരഫലമാണ് ഇപ്പോ അവര് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. വൈദാ ഖീല ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, ഈ ആളുകളോട് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ വാഗ്ദാനം, പുനരുത്ഥാനം എന്ന അള്ളാഹുവിന്റെ നേരത്തെ അറിയിക്കപ്പെട്ട ആ വാഗ്ദാനം, ആ സംഗതി സത്യമാണ്, യാഥാർത്ഥ്യമാണ്, അത് സത്യമായി പുലരുക തന്നെ ചെയ്യും എന്ന കാര്യം അവരോട് പറയപ്പെട്ടപ്പോ വസ്സഅതു ലാ റൈബ ഫീഹി, ഉയർത്തെഴുന്നേൽപ്പ് എന്നത് യാതൊരു സംശയവും വേണ്ടതില്ലാത്ത കാര്യമാണ് എന്നും അവരോട് പറയപ്പെട്ടപ്പോ ഖുൽതും, നിങ്ങൾ പറയുകയുണ്ടായത് എന്താണ്? അതാണ് ഈ കുറ്റവാളികളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ്. സാഴത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ അന്ത്യസമയം എന്നത് ഒരു സംശയവും വേണ്ടതില്ലാത്ത കാര്യമാണ് എന്നത് ഈ ആളുകളോടായിട്ട് പറയപ്പെട്ടപ്പോ എന്തായിരുന്നു അവരുടെ പ്രതികരണം? ഖുൽതും, നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, മാ നദരി മസ്സാ, എന്താണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് സമയം എന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരു ആശയം തന്നെ ഞങ്ങൾക്ക് വളരെ അപരിചിതമാണ്. സാഴത്ത് എന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുന്നു എന്നതല്ലാതെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അങ്ങനെ ഒരു സംഗതി ഞങ്ങൾ അറിയില്ല. അറിയില്ല എന്ന് പറയുമ്പോൾ മാ നദരി മസ്സാ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തില് ഞങ്ങൾക്ക് അറിയാൻ ഇഷ്ടവുമില്ല, ഞങ്ങളത് അറിയാൻ താല്പര്യപ്പെടുന്നില്ല എന്നുകൂടി സൂചിപ്പിക്കുന്ന വിധത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ആളുകൾക്ക് മറ്റാരെ പോലെയും അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ കഴിയില്ല. പരിമിതമായ അളവിലെങ്കിലും മരണശേഷം എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ച് ആലോചിക്കാത്തവരായിട്ട് ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. പക്ഷെ ഇവരെ അറിയാൻ കൂട്ടാക്കുന്നില്ല. അതിനെക്കുറിച്ച് അറിയാൻ, മരണശേഷം എന്ത് എന്നതിനെ കുറിച്ച് അറിയാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് ദൈവികമായ മാർഗദർശനത്തിന്റെ ഭാഗമായി, പ്രവാചകന്മാരുടെ അധ്യാപനത്തിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെടുന്ന സമാവിയായ ഇൽമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ചരിത്ര പുസ്തകങ്ങളിലോ ശാസ്ത്ര ഗവേഷണങ്ങളുടെ ഫലമായിട്ട് വെളിപ്പെടുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലോ ഒന്നും ഈ പുനരുത്ഥാനം എന്നതിനെ കുറിച്ച് തെളിമയോടുകൂടി മനസ്സിലാക്കാൻ പറ്റിയ യാതൊന്നും ഉണ്ടാവില്ല. പ്രകൃതിയിൽ ചില സൂചനകള് പുനരുത്ഥാനം സാധ്യമാണ് എന്നതിന് പിൻബലമായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ തന്നെ പലയിടങ്ങളിലും മഴ വർഷിപ്പിച്ചതിന് ശേഷം നിർജീവമായി കിടന്ന ഭൂമിയെ ജീവനുള്ളതാക്കി മാറ്റുന്ന കാര്യങ്ങളൊക്കെ
പുനരുത്ഥാനം യാഥാർത്ഥ്യമാണ് എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പരാമർശിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ സത്യം എന്ന നിലക്ക് അതിന്റെ യുക്തിതലത്തില് തെളിവുകളോടുകൂടി ബോധ്യപ്പെടുത്തുക എന്നത് അതിനൊരു സാധ്യത നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. എന്നാൽ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ ദൈവികമായ സൂചനകളായിട്ട് ഉൾക്കൊള്ളാൻ സന്നദ്ധരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തീർത്തും അനിവാര്യമാണ്, അത് തീർത്തും സാധ്യമാണ് എന്നത് ബോധ്യപ്പെടും. നീതി നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തില് അതിന്റെ പൂർണ്ണതയോടുകൂടി നടപ്പിലാക്കപ്പെടുന്ന ഒരു ലോകമല്ല, പുലരുന്ന ഒരു ലോകമല്ല ഇത്. സ്വാഭാവികമായി നീതിയുടെ ഒരു തേട്ടം തന്നെ എല്ലാ അർത്ഥത്തിലും നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു നാൾ ഉണ്ടാകണം എന്നതാണ്. സത്യബോധമുള്ള ആളുകള് അതുകൊണ്ട് അങ്ങനെ നീതി പുലരുന്ന ഒരു നാൾ ഉണ്ടാകും എന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ കിബ്റ് കാണിച്ചുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെടാൻ കൂട്ടാക്കാതെ നിഷേധത്തിന്റെ നിലപാടിൽ കഴിയുന്ന ആളുകൾക്ക് നീതി പുലരുന്ന ഒരു നാൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയില്ല, അവരത് ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഉണ്ടാകും എന്ന സാധ്യതയെ അവര് അംഗീകരിക്കുന്നുമില്ല. ഇതാണ് രണ്ടു കൂട്ടരുടെയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ ആളുകളോട് അള്ളാഹു നിങ്ങളോടായി നടത്തിയിട്ടുള്ള വാഗ്ദാനം സത്യമായി പുലരും എന്നും ഉയർത്തെഴുന്നേൽപ്പ് സമയം സംശയിക്കേണ്ടതേ ഇല്ലാത്തൊരു കാര്യമാണ് എന്നും പറയപ്പെട്ടാൽ അവര് നടത്തുന്ന പ്രതികരണം കുൽത്തും, നിങ്ങൾ ഇങ്ങനെയാണ് പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു നിഷേധികളോട് ഇവിടെ സംസാരിക്കുന്നത്. കുൽത്തും, നിങ്ങൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. മാനദരി മസ്സാ, എന്താണ് സാഴത്ത്, എന്താണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് സമയം, എന്താണ് സാഴത്ത് എന്ന കാര്യം ഞങ്ങൾക്കറിയില്ല. മാനദരി മസ്സാഴത്ത്, ഞങ്ങൾക്കറിയില്ല എന്നത് ഞങ്ങൾ അറിയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലുന്നു ഇല്ലാ ലന്ന, ഞങ്ങൾ ചില ഊഹങ്ങൾ അതേക്കുറിച്ച് നടത്തുന്നു എന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് അതിന്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഇതാണ് അവരുടെ നിലപാട്. ഞങ്ങൾ ഊഹിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇവിടെ അഭിസംബോധന ചെയ്യപ്പെടുന്ന കൂട്ടര് സംശയാലുക്കളാണ്. നേരത്തെ 24-ാമത്തെ ആയത്തില് പാരത്രിക ജീവിതത്തെ പൂർണ്ണമായി നിഷേധിച്ചിരുന്ന ആളുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ചില കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ കാണുകയുണ്ടായി. 24-ാമത്തെ ആയത്തിൽ ഇങ്ങനെയായിരുന്നു, വഖാലു മാഹിയ ഇല്ലാ ഹയാതുന ദുന്യ, ജീവിതം എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്തെ ജീവിതം എന്നത് മാത്രമേ ഉള്ളൂ. നമൂത്തു വനഹിയ, നമ്മള് ജീവിക്കുന്നു മരിക്കുന്നു എന്നതല്ലാതെ വമായുഹലിക്കുന്ന ഇല്ലത്തഹർ, കാലമാണ്, കാലചക്രമാണ് ഞങ്ങളെ നശിപ്പിക്കുന്നത്, വേറെ ആരുമല്ല. അത് അള്ളാഹുവിന്റെ ഒരു നടപടിയോ അള്ളാഹുവിന്റെ ഒരു ആജ്ഞപ്രകാരം ഉണ്ടാകുന്നതോ ഒന്നുമല്ല മരണം. വമാലഹും ബിദാലിക മിനൽ ഇൽം, അവർക്ക് അത് സംബന്ധമായ ഒരു അറിവുമില്ല. ഇൻഹും ഇല്ലാ യളുന്നൂൻ, അവർ കേവലം ഊഹങ്ങൾ കൊണ്ട് നടക്കുക മാത്രമാണ് എന്ന് അള്ളാഹു പാരത്രിക ജീവിതത്തെ നിഷേധിക്കുന്നവരെ പരാമർശിച്ചുകൊണ്ട് അവിടെ പറയുകയുണ്ടായി. അപ്പൊ അവര് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന കാര്യത്തെ നിഷേധിക്കുന്ന ഒരു കൂട്ടരായിരുന്നു അത്. മാഹിയ ഇല്ല ഹയാത്തുന ദുന്യ എന്നാണ് അവർ പറഞ്ഞത്. അതിലവർക്ക് സംശയമൊന്നുമില്ല, ഊഹമൊന്നുമില്ല, അവർ ഉറപ്പിച്ചു പറയുകയാണ് മരണശേഷം ഞങ്ങൾക്ക് മറ്റൊരു ജീവിതം ഇല്ല, ഒരു പുനരുത്ഥാനം എന്നൊരു സംഗതിയൊന്നുമില്ല. ഈ ഒരു ജീവിതം അത് തന്നെ ഉള്ളൂ, വേറെ ജീവിതമൊന്നുമില്ല. ഈ ജീവിതം അവസാനിക്കുമ്പോൾ കാലചക്രം നമ്മുടെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും, അത്രയേ ഉള്ളൂ. അതല്ലാതെ അള്ളാഹു നമ്മുടെ ആത്മാവിനെ തിരിച്ചു പിടിക്കുന്നതോ അവന്റെ മുന്നിൽ ഹാജരാക്കാനുള്ള നടപടികൾ എടുക്കുന്നതോ ഒന്നുമല്ല. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് അങ്ങനെ തറപ്പിച്ച് പറയാനുള്ള അറിവ് അവർക്കുണ്ടായിരുന്നോ? അവർക്ക് ഒരു അറിവുമില്ല എന്ന് മാത്രമല്ല, അവർ കേവലം ഊഹങ്ങളെ മാത്രം ആശ്രയിക്കുകയുമായിരുന്നു എന്നാണ് അള്ളാഹു പാരത്രിക ജീവിതത്തെ അടച്ച് നിഷേധിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ പറയുകയുണ്ടായത്.
എന്നാൽ ഇവിടെ അള്ളാഹു അഭിസംബോധന ചെയ്യുന്ന കൂട്ടര് അവരുടെ പരിണതിയിൽ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ അവര് വേറൊരു വിഭാഗമാണ്. അവര് സംശയാലുക്കളാണ്. മരണശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ എന്ന കാര്യത്തിൽ അവർക്ക് ബോധ്യമൊന്നുമില്ല. അവരതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുമില്ല. അവര് പറയുന്നത് മാനദരി മസ്സാ, ഈ അന്ത്യസമയം, ഉയർത്തെഴുന്നേൽപ്പ് സമയം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നത് ഞങ്ങൾക്കറിയില്ല. ഇന്നലൊന്നു ഇല്ലാതന്ന, ഞങ്ങൾ കേവലം ഊഹം മാത്രം നടത്തുകയാണ് എന്ന് പറഞ്ഞ ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ ഇടയുണ്ട് എന്ന് ഊഹിക്കുന്ന ആളുകളാണ്. അവർക്ക് ദൃഢബോധ്യമൊന്നുമില്ല. ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായേക്കാം എന്ന് പറയുന്ന, നേരത്തെ ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എന്ന് തീർത്ത് പറഞ്ഞ കൂട്ടരെ പറ്റിയാണ് പരാമർശിച്ചത്. ഇവിടെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായേക്കാം എന്നൊക്കെ പറയുന്ന ആളുകൾ, ഈ ആളുകൾ പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല എന്താണ് ഈ ശാഅത്ത് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഊഹിക്കുക മാത്രമാണ്. വമാനഹനുബും ബി മുസ്തയഖിനീൻ, ഞങ്ങൾക്ക് അതേക്കുറിച്ച് യാതൊരു യഖീനുമില്ല, യാതൊരു ദൃഢബോധ്യവും ഇല്ല എന്നാണ് ഈ ആളുകൾ പറയുന്നത്. വിശ്വാസികളുടെ ഒരു നിലപാട് ഇങ്ങനെയല്ല ഉണ്ടാവുക. സത്യവിശ്വാസം ഉൾക്കൊണ്ട ആള് പാരത്രിക ജീവിതത്തെക്കുറിച്ച് ദൃഢബോധ്യമുള്ളവരായിരിക്കും. വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ എന്ന് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തില് അവരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ, പാരത്രിക ജീവിതത്തെക്കുറിച്ച് അവർ ദൃഢബോധ്യമുള്ളവരാണ് എന്ന്. ഇവിടെ ഈ വിഭാഗം ആളുകൾ പാരത്രിക ജീവിതത്തെക്കുറിച്ച് യാതൊരു യഖീനും അവർക്കില്ല, അവർക്ക് യാതൊരു ബോധ്യവുമില്ല. ഞങ്ങള് കേവലം ഊഹങ്ങൾ നടത്തുക മാത്രമാണ്, ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ഞങ്ങൾക്കറിയില്ല. വമാ നഹ്നു ബി മുസ്തയഖിനീൻ, ഞങ്ങള് ദൃഢബോധ്യമുള്ള ആളുകളല്ല, ഞങ്ങൾക്ക് യഖീനില്ല എന്നാണ് ഈ ആളുകൾ പറയുന്നത്. ഈ രണ്ടു കൂട്ടരും ഒരുപോലെയല്ല. നിഷേധികൾ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായി നിഷേധിച്ച് തള്ളിക്കൊണ്ട് ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ, സംശയാലുക്കള് സന്ദേഹത്തിന്റെ നിലപാടുകളാണ് സ്വീകരിക്കുക. പക്ഷേ ഒടുക്കം ഏറ്റുവാങ്ങേണ്ടി വരുന്ന പരിണതി വലിയ വ്യത്യാസമൊന്നുമില്ല. യഖീനുള്ള, ആഖിറത്തിൽ ദൃഢബോധ്യമുള്ള ആളുകൾ മാത്രമാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്നവർ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ആനയിക്കപ്പെടുന്നവർ. ഈ നിഷേധികൾക്കും അതിന് അവസരമില്ല, സംശയാലുക്കൾക്കും അവസരമില്ല. അതുകൊണ്ടാണ് വിജയികളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ എന്ന് വ്യക്തതയോടുകൂടി പറയുകയുണ്ടായത്. ആഖിറത്തില്, പാരത്രിക ജീവിതത്തിന്റെ കാര്യത്തില്, മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പ് എന്ന കാര്യത്തില് ഒക്കെ ദൃഢബോധ്യമുള്ള ആളുകളാണ് അവര്. ആ ദൃഢബോധ്യമാണ് സകല വ്യത്യാസവും ഉണ്ടാക്കുന്നത്. അത് ഈ രണ്ട് വിഭാഗം ആളുകളുടെ ജീവിതത്തെ വളരെ പരിപൂർണമായ അർത്ഥത്തിൽ തന്നെ വ്യത്യസ്തമാക്കി മാറ്റുന്നു. പുനരുത്ഥാന നാളില് ബോധ്യമുള്ള ആളുകൾ അള്ളാഹുവില് വളരെ ദൃഢബോധ്യമുള്ള, വിശ്വാസമുള്ള ആളുകളായിരിക്കും. അങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്ക് പറയാം. ജീവിതത്തിൽ ഒരിക്കലും തന്നെ ചതി ചെയ്യാനോ വഞ്ചന ചെയ്യാനോ, അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്ന ബോധമില്ലാതെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും കൂട്ടാക്കുന്നവരാവുകയില്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും സാക്ഷിയായിട്ട് അള്ളാഹു ഉണ്ട്, ഇത് അള്ളാഹു അറിയും, അള്ളാഹു വിചാരണക്ക് വിധേയമാക്കും എന്ന ഒരു ബോധം അവരെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരെ എപ്പോഴും അത് സ്വാധീനിക്കും. അവരുടെ ജീവിതത്തെ ഏറ്റവും ഉത്തമമായ, ഉദാത്തമായ, മൂല്യവത്തായ ജീവിതമാക്കി മാറ്റുന്നത് ഈ ബോധമാണ്. സത്യവിശ്വാസികളുടെ സമൂഹത്തിൽ തന്നെ ഈ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വലിയ ദൃഢബോധ്യമൊന്നുമില്ലാത്ത ആളുകളായിട്ട് ജീവിക്കുന്ന പലരെയും കാണാൻ കഴിയും. ഏറ്റവും ചുരുങ്ങിയത് അവരുടെ പല പ്രവർത്തനങ്ങളും കാണുമ്പോൾ അവർക്ക് അതിൽ യഖീനില്ല എന്ന് നമുക്ക് തോന്നും. ആ വിധത്തിലാണ് പലരുടെയും സാമ്പത്തിക ഇടപാടുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിലെ പല വ്യവഹാരങ്ങളും കാണുമ്പോൾ, അവർ സ്വീകരിക്കുന്ന നിലപാടുകളൊക്കെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുമ്പോൾ ഇവർ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു ബോധ്യമില്ലാത്ത ആളുകളാണ് എന്ന് നമുക്ക്
തോന്നിപ്പോകും. അപ്പോൾ വലിയ വ്യത്യാസമാണ് ഈ സംഗതികൾ സൃഷ്ടിക്കുന്നത്. ഒരു കൂട്ടര് പാരിത്രിക ജീവിതത്തെ കുറിച്ചുള്ള ബോധ്യമില്ലാത്ത കാരണത്താൽ മുജ്രിമുകളായിട്ട് മാറും, കുറ്റവാളികളായിട്ട് തിന്മയിൽ വ്യാപൃതരായ അക്രമവും ദ്രോഹവും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിട്ട് മാറും. ദൃഢബോധ്യമുള്ള ആളുകൾ അഅ്മാലു സ്വാലിഹാത്ത് ചെയ്യുന്ന സുഹൃതവാന്മാരായ ആളുകളായിട്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഓരോ അവസരവും തേടി നടക്കുന്ന ആളുകളായിട്ട് അവർ നിലകൊള്ളുന്നതും അല്ലെങ്കിൽ പരിണമിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവരോട് അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, ഉയർത്തെഴുന്നേൽപ്പ് സമയം എന്നത് സംശയിക്കപ്പെടേണ്ട ഒരു കാര്യമേ അല്ല എന്ന് പറയപ്പെടുമ്പോ ഈ ആളുകൾ നേരത്തെ പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: ഖുൽതും മാ നദ്രി മസ്സാഅത്തു, എന്താണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് സമയം, അന്ത്യസമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. ഇൻ നളുന്നു ഇല്ലാ ലന്ന, ഞങ്ങൾ ചില ഊഹങ്ങൾ വെച്ച് നടക്കുന്നു എന്നേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ബോധ്യമൊന്നുമില്ല. വമാ നഹ്നു ബിമുസ്തയഖിനീൻ, ഞങ്ങൾ ഇക്കാര്യത്തില് ദൃഢബോധ്യമുള്ള ആളുകളെ അല്ല എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അള്ളാഹു അവരോടാണ് ഈ കാര്യം നേരിട്ട് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു, നിങ്ങളുടെ മറുപടി ഇതായിരുന്നു എന്നാണ് അവരോട് പറയുന്നത്. വബദാലഹും സയ്യിആതു മാ അമിലു, അപ്പോ ആ സന്ദർഭത്തില് അവര് ചെയ്ത ദുഷ്കൃത്യങ്ങളുടെ ഫലങ്ങൾ വെളിപ്പെട്ടു തുടങ്ങുകയാണ്. വബദാലഹും, അവർക്കായിട്ട് വെളിപ്പെട്ടു വരുന്നു. സയ്യിആതു മാ അമിലു, അവരെന്തൊക്കെ സയ്യിആത്തുകളായിരുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെയൊക്കെ ദുഷ്പരിണതി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയായി. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ഏതൊരു സംഗതിയെ ആണോ അവര് നേരത്തെ പരിഹസിച്ചുകൊണ്ടേയിരുന്നത് ആ കാര്യം അവരെ വലയം ചെയ്യുകയും ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം പാരിത്രിക ലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നത്, വിചാരണ ചെയ്യപ്പെടുന്നത്, നരകശിക്ഷയൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്, ഇതൊക്കെ കേവലം തമാശയായിരുന്നു. അവരതിനെ പരിഹസിക്കുകയായിരുന്നു. മുസ്ലിം സമൂഹത്തിൽ തന്നെ ഉള്ള പല ആളുകളും പാരിത്രിക ജീവിതത്തെ, നരകശിക്ഷയെ, അതുപോലെ സ്വർഗീയമായ ജീവിതത്തെ ഒക്കെ പരിഹസിക്കുന്ന ആളുകളാണ്. എത്രയോ ആളുകളെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. പല പുതിയ പേരുകളിലും അവർ അറിയപ്പെടുന്നുണ്ടാവും. പക്ഷെ ഈ ആളുകള് അടിസ്ഥാനപരമായി പാരിത്രിക ജീവിതത്തില് വിശ്വാസമില്ലാത്തവരോ വിശ്വാസം നഷ്ടപ്പെട്ടവരോ ഒക്കെയാണ്. അതിന്റെ ഒരു ഫലം എന്ന നിലയ്ക്ക് അവര് അത് നിരന്തരം അത്തരം സംഗതികളെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. ആഖിറത്തിനെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളെ അവര് നിരന്തരം പരിഹാസത്തിന് വിധേയമാക്കിക്കൊണ്ടേയിരിക്കുക. എന്നാൽ ആ നാളിൽ ഓരോ സമൂഹവും മുട്ടുകുത്തി വീഴുന്ന ആ നാളിൽ പക്ഷെ ഈ ആളുകളുടെ സയ്യിആത്തുകളുടെ പല പ്രതിഫലനങ്ങളും കണ്ടു തുടങ്ങുകയാണ്. വബദാലഹും സയ്യിആതു മാ അമിലു, അവരുടെ ദുഷ്ചെയ്തികളുടെ ഫലങ്ങൾ അവര് പ്രത്യക്ഷത്തിൽ അവരുടെ കൺമുന്നിൽ കാണുന്ന ഒരു രംഗമാണ് തുടർന്ന് അരങ്ങേറുന്നത്. അവരുടെ കർമ്മങ്ങളുടെയൊക്കെ ദുരന്ത ഫലം. അപ്പൊ അത് വഹാഖ ബിഹിം മാ കാനൂ യസ്തഹ്സിഊൻ, അവരെന്തിനൊക്കെയാണോ നേരത്തെ പരിഹാസത്തിന് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നത് അതൊക്കെയും അവരുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമായി സംഭവിക്കുകയാണ്. അവര് നരകത്തെ നേരത്തെ നിഷേധിച്ചിരുന്നു, നരകം അവർ അനുഭവിച്ചു തുടങ്ങുകയാണ്. അതുപോലെ പലതും അവര് നരകത്തിലെ അനുഭവങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പല കാര്യങ്ങളും വിശദീകരിച്ചപ്പോ അവരത് തള്ളിക്കളയുകയോ അതിനെ പരിഹസിക്കുകയോ തമാശയാക്കുകയോ ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അതേ കാര്യം അവരെ വലയം ചെയ്യുന്ന, നാലുപാട് നിന്നും വലയം ചെയ്യുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഇതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അവര് നേരത്തെ പരിഹസിച്ചിരുന്ന, ഗൗരവത്തിൽ കാണാതിരുന്ന, ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഉൾക്കൊള്ളാതിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് അവര് മുട്ടുകുത്തി വീണ ആ അവസ്ഥയിൽ അവരെ പിടികൂടുകയാണ്. അവര് നാലുപാട് നിന്നുമായി ആ കാര്യങ്ങളാൽ
നേരത്തെ താക്കീത് ചെയ്യപ്പെട്ട സംഗതികൾ അവരെ വലയം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് തുറന്ന് കാണാൻ സാധിക്കുന്നത്. സൂറത്തുൽ ജാസിയയിലെ 31 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.